ഒരു ചക്ക വരട്ടേൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഒരു പാനെടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിനുള്ള ചക്കച്ചുളയും പിന്നെ മൂന്നാല് നമുക്ക് ആവശ്യമുള്ള അത്രയും ഏലക്കായും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതുപോലെ നല്ല ഒരു കഷ്ണം പോലും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കണേ. എന്നിട്ട് അത് ആ നെയ്യിലേക്ക് ഒഴിച്ച് നമുക്ക് ആദ്യം അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് കുറേ സമയം ഓവർ തീയിൽ വെക്കാതെ ഒരു മീഡിയം തീയിൽ വെച്ച് ഒന്ന് വരട്ടിയെടുക്കണേ. അതിനകത്ത് നെയ്യ് വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ശർക്കരയാണേ. ശർക്കര നമ്മളൊന്ന് പാനിയാക്കി ഒന്ന് അരിച്ച് മാറ്റി വെച്ചേക്കണേ. ഇത് കുറച്ച് സമയം കിടന്നൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ആ ശർക്കര പാനിക്കകത്ത് കിടന്ന് ഇത് വറ്റി നല്ല വരട്ടി എടുക്കണേ. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളേ. കാരണം ഇത് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വരട്ടി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ പിന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. ബ്രെഡിലൊക്കെ ജാമിന് പകരം തേച്ച് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്തോറും അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. എത്രത്തോളം നമ്മൾ വറ്റിച്ചെടുക്കുന്നോ അത്രയും അതിന് ടേസ്റ്റ് കൂടുവേ. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ കണ്ടോ, ഇതുപോലെ കുറേ പകുതിയും മുക്കാലും വറ്റി ഇത് കണ്ടില്ല, കറക്റ്റ് ജാമിൻ്റെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അവസാനം ആകുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും.